സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ആഴത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിലും നടന്നുവരുന്നു. വിദ്യാഭ്യാസം എന്നത് കേവലം പാഠപുസ്തകങ്ങളിലൂടെയുള്ള അറിവ് പകരൽ മാത്രമല്ല, മറിച്ച് കുട്ടികളുടെ സർഗാത്മകതയെയും സാമൂഹിക പ്രതിബദ്ധതയെയും പരിപോഷിപ്പിക്കൽ കൂടിയാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ഭാഷാ പഠനത്തിനായി കൈത്താങ്, ഹലോ ഇംഗ്ലീഷ് പദ്ധതികളും, സ്കൂൾ സൗന്ദര്യവൽക്കരണം, ലഹരി വിരുദ്ധ വിദ്യാലയം, മാലിന്യമുക്ത വിദ്യാലയം, വിഷരഹിത പച്ചക്കറിത്തോട്ടം, ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷം നടപ്പിലാക്കിയത്. കുട്ടികളുടെ പങ്കാളിത്തം, രക്ഷിതാക്കളുടെ സഹകരണം, അധ്യാപകരുടെ മേൽനോട്ടം എന്നിവയുടെ ഒരു സംയുക്ത സംരംഭമാണ് ഇവയോരോന്നും. ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ കൈവരിച്ച പുരോഗതിയും വിദ്യാലയ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങളും വളരെ വലുതാണ്. 2025 മെയ് 30 വെള്ളിയാഴ്ച SRG യോഗം ചേർന്ന് പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയുടെ തനതു പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും വിവിധ അധ്യാപകരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ മികവ് പ്രവർത്തനമായി ഇംഗ്ലീഷ് ക്യാമ്പസ് തിരഞ്ഞെടുക്കുകയും ഹലോ ഇംഗ്ലീഷ് ക്ലബിന് ചുമതല നൽകുകയും ചെയ്തു. കുട്ടികൾക്കിണങ്ങുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഓരോ കാലയളവിലെയും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ആഴ്ചയിൽ 2 ദിവസം ഇംഗ്ലീഷ് അസംബ്ലി, ബുധനാഴ്ച ദിവസങ്ങളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, ചൊവ്വാഴ്ചകളിൽ ക്ലാസ് തലത്തിൽ ഇംഗ്ലീഷ് റേഡിയോയും വൊക്കാബ് വോയേജ് എന്ന പേരിൽ എല്ലാ ദിവസവും ഒരു വാക്കും അതിന്റെ അർത്ഥവും നൽകുന്നു. ഓരോ ടൈമിലും വൊക്കാബ് വോയേജിന്റെ പരീക്ഷ നടത്തുകയും കൂടുതൽ മാർക്ക് ലഭിച്ചവർക്ക് സമ്മാനം നൽകുകയും മാർച്ച് മാസത്തിൽ മെഗാ മത്സരം നടത്തുകയും ചെയ്യുന്നു. കുട്ടികളുടെ ഇംഗ്ലീഷിലുള്ള നൈപുണി വർദ്ധിപ്പിക്കുന്നതിനായി നവംബർ 27-ാം തീയതി സ്കൂളിൽ ആദ്യഘട്ട ഇംഗ്ലീഷ് ഫെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കി. മാർച്ച് മാസത്തിൽ 2ാം ഘട്ട ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തപ്പെടും. നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള പൂർവ്വ വിദ്യാർത്ഥിയുമായി കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാനുള്ള അവസരം നൽകി. മികവ് പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും വൊക്കാബുലറി മെച്ചപ്പെടുത്താനും സാധിച്ചു. ലഹരി വിമുക്ത വിദ്യാലയം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആപ്തവാക്യം മുറുകെ പിടിക്കുന്നവരാണ് നമ്മൾ. ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും അടിത്തറ പാവുന്നത് വിദ്യാലയങ്ങളിലാണ്. എന്നാൽ ഇന്നത്തെ കൗമാരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ലഹരി ഉപയോഗം മാറിക്കഴിഞ്ഞു. വിദ്യാലയ മുറ്റങ്ങളിലേക്ക് ലഹരിയുടെ കരാളഹസ്തങ്ങൾ എത്താതിരിക്കാനായി 2025 മെയ് 30 വെള്ളിയാഴ്ച SRG യോഗം ചേർന്ന് പീരുമേട് വിദ്യാഭ്യാസ ജില്ലയുടെ തനത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ വിദ്യാലയം എന്ന പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും വിവിധ അധ്യാപകരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ ആദ്യപടിയായി സ്കൂളും പരിസരവും ലഹരി വിമുക്തമാണെന്നും സ്കൂളിലെ 100 വാര ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വിൽക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തി. കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂളിന്റെ പരിസരങ്ങളിൽ നോട്ടീസ് ബോർഡുകൾ സ്ഥാപിക്കുകയും മുന്നറിയിപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ പോസ്റ്റർ നിർമ്മാണം, ഫ്ലാഷ് മോബ്, റാലി എന്നിവയും നടത്തുകയുണ്ടായി. ലഹരി വിമുക്ത അവബോധം കുട്ടികൾക്ക് നൽകുന്നതിനോടൊപ്പം സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യത്തോടെ ശിശുദിനത്തിൽ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ഫ്ലാഷ് മോബും അതിനെ തുടർന്ന് നടത്തിയ ബോധവൽക്കരണ ക്ലാസും ഏറെ ശ്രദ്ധേയമായി. ഓരോ ക്ലാസ്സിലും സ്ക്വാഡ് രൂപീകരിക്കുകയും അസ്വാഭാവികമായ പ്രവർത്തനങ്ങളൊന്നും സ്കൂളിലോ പരിസരങ്ങളിലോ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ വിദ്യാലയത്തെ ലഹരി വിമുക്തമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. വിദ്യാർത്ഥികളുടെ ആരോഗ്യവും പോഷകനിലയും മെച്ചപ്പെടുത്തുന്നതിനായി ഉച്ചഭക്ഷണ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നു. ഈ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് PTA, SMC, MPTA എന്നീ സംഘടനകൾ സജീവമായി സഹകരിക്കുന്നു. സ്കൂളിൽ നൽകുന്ന ഭക്ഷണത്തിൽ പച്ചക്കറികൾ, ഇലക്കറികൾ, ധാന്യങ്ങൾ, ദാൽ, പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ മുട്ടയും 2 ദിവസം പാലും നൽകുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപ് സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നു. ശുചിത്വമായ സാഹചര്യത്തിലാണ് പാചകം നടത്തുന്നത്. സ്കൂളിൽ ശുചിത്വമുള്ള പാചകശാലയും ആവശ്യമായ പാത്രങ്ങളും സൗകര്യങ്ങളും ലഭ്യമാണ്. ശുദ്ധജലം, പാചകവാതകം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണ് പാചകം നടത്തുന്നത്. പാചക തൊഴിലാളി സമയബന്ധിതമായി ഭക്ഷണം തയ്യാറാക്കുന്നു. പ്രധാനാധ്യാപകൻ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നു. അധ്യാപകർ ഭക്ഷണ വിതരണം നിയന്ത്രിക്കുകയും വിദ്യാർത്ഥികളെ ശുചിത്വം പാലിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം, പാത്രങ്ങൾ, സ്റ്റോർ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകഴുകാൻ നിർദ്ദേശം നൽകുന്നു. ഭക്ഷണം കളയാതെ കഴിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതി വിദ്യാർത്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പോഷകാഹാരക്കുറവ് കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ചില സമയങ്ങളിൽ സാധനങ്ങളുടെ ലഭ്യതയിൽ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ PTA, SMC യോഗങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നു.
സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി വിദ്യാർത്ഥികളുടെ ആരോഗ്യ വികസനത്തിന് വലിയ പിന്തുണ നൽകുന്ന ഒരു മികച്ച പദ്ധതിയാണ്. എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നു. നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം നടത്തുന്നു. പാചകത്തൊഴിലാളികൾക്കായി നടത്തിയ പരിശീലന പരിപാടികളിൽ ശ്രീമതി ആലീസ് PJ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി എഴുതി സൂക്ഷിക്കുകയും വരവ് ചിലവ് കണക്കുകൾ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. മാലിന്യ വിമുക്ത വിദ്യാലയം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പദ്ധതിയാണ് മാലിന്യമുക്ത വിദ്യാലയം പദ്ധതി. 100ാം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാലിന്യ വിമുക്ത വിദ്യാലയമായി തുടരുക എന്ന ലക്ഷ്യത്തോടെ ജൂലൈ 2, 2025 പദ്ധതി ആരംഭിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ നേതൃത്വം നൽകിയ PTA എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനമെടുത്തു. തുടർന്ന് SRG യോഗം ചേർന്ന് ഈ പ്രവർത്തനം എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചർച്ച ചെയ്തു. ആവശ്യമായ കാടുവെട്ട് ജൂൺ ആദ്യവാരം തുടങ്ങി. PTA അംഗങ്ങളും അധ്യാപകരും ചേർന്ന് സ്കൂൾ പരിസരം വൃത്തിയാക്കുകയും സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറികളും വാഴ, കപ്പ, ചേന, ചേമ്പ് മുതലായവയും കൃഷി ചെയ്തു. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകി സ്കൂളിന്റെ ഒപ്പം നിൽക്കുന്നു. ഉപ്പുതറ തദ്ദേശ സ്വയംഭരണ വകുപ്പും സ്കൂളിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നു. മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനാവശ്യമായ ബോക്സുകൾ നൽകി. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നു. ആഴ്ചയിൽ ഓരോ ക്ലാസ്സുകാരും സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നതിനായി അടപ്പുള്ള പാത്രങ്ങൾ നൽകി ദിവസവും ഈ മാലിന്യം സ്കൂളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറഞ്ഞു. പൂന്തോട്ടം, കുളം തുടങ്ങിയ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ കഴിയുന്നു. ജന്മദിനത്തിൽ മിഠായി വിതരണത്തിന് പകരം ബിരിയാണി ചലഞ്ചിലേക്കും സംഭാവനയും സ്കൂളിന് ഒരു ചെടിച്ചട്ടിയും നൽകുന്നതിലൂടെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം സ്കൂളിൽ സാധ്യമായി. വിഷരഹിത പച്ചക്കറിത്തോട്ടം കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുകയും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകൾ, അധ്വാനശീലം, സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ പ്രായോഗിക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ 2025-26 അധ്യയന വർഷം വിദ്യാലയ പരിസരം വിഷരഹിത പച്ചക്കറിത്തോട്ടമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. 2025 മെയ് 30 SRG യോഗം ചേരുകയും ചെയ്തു. പച്ചക്കറിത്തോട്ടം നടപ്പാക്കുന്നതിനായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതനുസരിച്ച് 3ാം ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്തു. കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് പച്ചക്കറികൾ, കപ്പ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ നടീൽ വസ്തുക്കളും വളവും ലഭ്യമാക്കാൻ കൃഷിഭവന്റെ സഹായം തേടുകയും ചെയ്തു. ആവശ്യമായ നടീൽ വസ്തുക്കളും വളവും കൂടാതെ ആവശ്യമായ സഹകരണങ്ങളും കൃഷിഭവന്റെയും PTA ഭാഗത്തുനിന്ന് ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകൾ നടുകയും 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതിന്റെ സംരക്ഷണ ചുമതല നൽകുകയും ചെയ്തു. തുടർന്ന് കുട്ടികൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പച്ചക്കറിത്തോട്ടം വെള്ളമൊഴിച്ച് സംരക്ഷിച്ചു വരുന്നു. പച്ചക്കറി കൃഷിക്കായി ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നുള്ള വിളവുകൾ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടികളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ലഭിക്കാറുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. സ്കൂളിലെ പച്ചക്കറി കൃഷിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടിക്കർഷകനായി ഞങ്ങളുടെ സ്കൂളിലെ മിലൻ മുരുകൻ എന്ന വിദ്യാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് സ്കൂളിന് അഭിമാനമാണ്. സ്കൂൾ സൗന്ദര്യവൽക്കരണം വിദ്യാലയം പവിത്രമായ ആലയമാണ്. അതിന്റെ അങ്കണവും പരിസരവും പരിപാലിക്കേണ്ടത് വിദ്യ നൽകുന്നതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കി തന്നെ 2025-26 അധ്യയന വർഷം വിദ്യാലയ തിരുമുറ്റവും പരിസരവും ക്ലാസ് മുറികളും മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2025 മെയ് 30 SRG യോഗം ചേരുകയും ചെയ്തു. സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതനുസരിച്ച് 1ാം ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്തു. പൊടിയും മറ്റ് അസ്വസ്ഥതകളും ദൂരീകരിക്കുന്നതിന് മെയ് മാസത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ PTA സഹകരണത്തോടെ അതിനുവേണ്ട ധനസഹായം കണ്ടെത്തുകയും വിദ്യാലയ അങ്കണം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കുകയും ചെയ്തു. കുട്ടികൾക്ക് നല്ല പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA സഹകരണത്തോടെ ക്ലാസ് റൂമുകൾ പെയിന്റടിച്ചു മനോഹരമാക്കി. കുട്ടികൾക്ക് പഠനത്തിന് സഹായകമായ രീതിയിൽ ചിത്രങ്ങൾ വരച്ച് ക്ലാസ് റൂം മനോഹരമാക്കാൻ മെയ് മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ക്ലാസ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. ഭംഗിയുള്ള വിദ്യാലയ അങ്കണം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പിറന്നാൾ ദിനത്തിൽ ഒരു ചെടിച്ചട്ടി എന്ന പദ്ധതി രൂപീകരിച്ചതുവഴി വിദ്യാലയ തിരുമുറ്റം ഏറെ ആകർഷണവും മനോഹരവുമായി തീർന്നു. കൈത്താങ് മലയാള ഭാഷാ പോഷണ പദ്ധതി നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ മാതൃഭാഷാ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഈ അധ്യയന വർഷം നടപ്പിലാക്കിയ തനത് പ്രവർത്തനമാണ് കൈത്താങ്. തോട്ടം തൊഴിലാളികളുടെ മക്കൾ ഭൂരിഭാഗമുള്ള നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളുടെ ഭാഷാപരമായ പരിമിതികൾ പരിഹരിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
അധ്യയന വർഷാരംഭത്തിൽ നടത്തിയ പ്രീ ടെസ്റ്റിൽ 50% കുട്ടികൾക്ക് മലയാളം വായനയിലും എഴുത്തിലും പ്രയാസമുള്ളതായി കണ്ടെത്തി. വീടുകളിൽ തമിഴ് ഭാഷ സംസാരിക്കുന്നതുകൊണ്ടും രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണ് കൈത്താങ് വിഭാവനം ചെയ്തത്. കുട്ടികളെ അവരുടെ നിലവാരമനുസരിച്ച് ആവറേജ്, മിഡിൽ ആവറേജ്, ബിലോ ആവറേജ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായി തിരിച്ചു. ഓരോ ഗ്രൂപ്പിനും അവരുടെ പഠന നിലവാരത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നൽകി. അക്ഷരപരിചയം, വായനാ പരിശീലനം, ഡിജിറ്റൽ പങ്കാളിത്തം, എഴുത്തു പരിശീലനം, പ്രത്യേക ശ്രദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയായിരുന്നു പ്രവർത്തനങ്ങൾ. അക്ഷരങ്ങളും ചിഹ്നങ്ങളും പ്രത്യേകം പഠിപ്പിക്കുകയും പാഠഭാഗങ്ങളിൽ നിന്ന് അവ കണ്ടെത്താൻ പരിശീലിപ്പിക്കുകയും ചെയ്തു. ക്ലാസ് മുറികളിൽ വായനാമൂല സജ്ജീകരിച്ചു. വായനാ കാർഡുകൾ, ലൈബ്രറി പുസ്തകങ്ങൾ, പത്രം, ചിത്രവായന, ചെയിൻ വായന എന്നിവ വഴി വായനാശീലം വർദ്ധിപ്പിച്ചു. കുട്ടികൾ വായിക്കുന്ന വീഡിയോകൾ വായനാ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു. നിത്യേനയുള്ള കേട്ടെഴുത്ത്, മലയാളം പകർത്തിയെഴുത്ത്, സംയുക്ത ഡയറി നിർമ്മാണം, അക്ഷരം തെറ്റുന്നവർക്കായി പിന്തുണ ബുക്ക് എന്നിവ നടപ്പിലാക്കി. ഉച്ചയ്ക്ക് ശേഷം പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ നൽകി. ജനുവരി മാസം അവസാനം നടത്തിയ പോസ്റ്റ് ടെസ്റ്റിലൂടെ പദ്ധതിയുടെ വിജയം വ്യക്തമായി. ഭൂരിഭാഗം കുട്ടികളും ലഘുവാക്യങ്ങൾ തെറ്റുകൂടാതെ എഴുതുവാനും വായിക്കുവാനും പഠിച്ചു. പഠനത്തോടുള്ള ആത്മവിശ്വാസവും താൽപര്യവും വർദ്ധിച്ചു. വായനാ ഗ്രൂപ്പുകളിലൂടെ കുട്ടികൾ കൂടുതൽ സജീവമായി. പോസ്റ്റ് ടെസ്റ്റിൽ കുട്ടികൾ അത്ഭുതകരമായ പുരോഗതി രേഖപ്പെടുത്തി. വിദ്യാലയം എന്നത് അറിവിന്റെ കേന്ദ്രം മാത്രമല്ല, വരും തലമുറയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ഇടം കൂടിയാണെന്ന ബോധ്യമാണ് മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് പിന്നിലെ ഊർജം. ഒത്തൊരുമിച്ചാൽ ഏതൊരു മഹത്തായ ലക്ഷ്യവും കൈവരിക്കാമെന്ന് ഈ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള, അറിവുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന, തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു ഉത്തമ തലമുറയെ സൃഷ്ടിക്കാൻ ഈ പ്രവർത്തനങ്ങൾ വലിയൊരു പരിധിവരെ സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു.